ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൊറിലേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് ആക്ച്വലി ഈ കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ രണ്ട് മെത്തേഡും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? കാൾ പിയേഴ്സൺ മെത്തേഡായിരുന്നു. ആൻഡ് സെക്കൻഡ് സ്പിയർമാൻ റാങ്ക് കൊറിലേഷൻ മെത്തേഡാണ്. ആൻഡ് തേർഡ് വൺ നമ്മൾ പഠിക്കുന്നതാണ് കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് കൊറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2 മാർക്കിന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ആ മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. കാൾ പിയേഴ്സൺ മെത്തേഡ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡ് അല്ലേ. ഈ 3 മെത്തേഡാണ്. ഏതൊറക്കത്തിൽ ആര് വന്ന് ചോദിച്ചാലും ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് എസ് എ ചാപ്റ്ററാണ്. ഓക്കെ, എസ് എക്ക് നമുക്ക് പ്രോബ്ലം വരുന്ന ചാപ്റ്ററാണ്. ഇനി നമ്മൾ നോക്കുന്നത് കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള 2 മെത്തേഡിലും നമ്മൾ ടേക്ക് ചെയ്യുന്നത് നമ്പേഴ്സ് ആയിരുന്നു അല്ലേ. ബട്ട് ദിസ് മെത്തേഡ് ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ് ഓഫ് മെഷറിങ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഈ കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ വാല്യൂസ് അല്ല. ഓക്കെ, അതായത് എന്താണ് മാഗ്നിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അല്ലേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ നമ്പേഴ്സിൻ്റെ വാല്യൂസ് അല്ല, പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡിറക്ഷൻസ് ഓഫ് ഡീവിയേഷൻസ് ഓൺലി ടേക്കൺ അല്ലേ. അതായത് നമുക്കിവിടെ നമ്പേഴ്സ് എക്സ് വേരിയബിളും വൈ വേരിയബിളും എന്നുള്ള 2 വേരിയബിൾ നമുക്കവിടെ നൽകിയിട്ടുണ്ടാവും. ഓക്കെ, എക്സിൻ്റെ വാല്യൂസും നൽകിയിട്ടുണ്ടാവും, വൈയുടെ വാല്യൂസും നമുക്കിവിടെ നൽകിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക എന്ത് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ആ വാല്യൂസിൻ്റെ ഡിറക്ഷൻസ് എങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ എക്സ് വേരിയബിൾ തന്നും വൈ വേരിയബിൾ തന്നും. ഇപ്പോൾ എക്സിലെ ഫസ്റ്റ് വാല്യൂ 20 ആണെന്ന് കരുതുക, ആൻഡ് എക്സിൽ തന്നെ സെക്കൻഡ് വാല്യൂ വന്നിട്ടുള്ളത് 25 ആണെന്ന് കരുതുക. ദെൻ തേർഡ് വാല്യൂ വന്നത് 13 ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എത്ര 3 വാല്യൂസ് പറഞ്ഞില്ലേ എക്സിൽ, ഏതൊക്കെയാണ്? 20, 25, 30 ഇങ്ങനെ 3 വാല്യൂസ് പറഞ്ഞില്ലേ. ഇനി നമ്മളിവിടെ എക്സ് വൈ എന്ന് എല്ലാ ക്വസ്റ്റ്യനിലും എഴുതുന്ന മാതിരി നമ്മൾ താഴോട്ട് എടുത്ത് എഴുതും. പിന്നെ നെക്സ്റ്റ് നമ്മളവിടെ എഴുതുക DX DY എന്നാണ് എഴുതുക. DX DY എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഡിറക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ DX ഉം DY എഴുതും, DX ഇൻറ്റു DY എഴുതും. മനസ്സിലായോ? DX ഉം DY എഴുതും, DX ഇൻറ്റു DY നമ്മൾ നെക്സ്റ്റ് 3 കോളത്തിലായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ DX എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എന്താണ് ആക്ച്വലി DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ DX എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ. ഇവിടെ അതിനൊന്നും പോകണ്ട. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുക അതിൻ്റെ സൈന് മാത്രമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാല്യൂസ് റിമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 20, 25, 30 അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ DX കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ 20യുടെ സ്ഥാനത്ത് DXൻ്റെ കോളത്തില്ലേ, അതായത് 20യുടെ നേരെയുള്ള DXൻ്റെ കോളല്ലേ, അവിടെ നമ്മൾ ഒന്നും കൊടുക്കില്ല, നില്ലാണ്. ഓക്കെ, ദെൻ പിന്നീട് വരുന്ന 25ന് നമ്മൾ എന്താ കൊടുക്കുക? പ്ലസ് സൈനാണ് കൊടുക്കുക. കാരണം എന്താ? മുകളിൽ കൊടുത്തിട്ടുള്ള 20 എമൗണ്ടിനേക്കാൾ വലിയ എമൗണ്ട് അല്ലേ 25 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്ലസ് അല്ലേ ആയിട്ടുള്ളത്. അതായത് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ പറഞ്ഞു 20, 25, 30 ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ 20ക്ക് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, DXൻ്റെ കോളത്തിൽ നില്ലാണ്. ബിക്കോസ് മുകളിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ അവിടെ വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ ദെൻ 25 ആകുമ്പോൾ അവിടെ എന്ത് കൂടി? അതായത് 20നേക്കാൾ വലിയ വാല്യൂ അല്ലേ 25. അങ്ങനെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? കൂടിക്കാണ് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ആയിട്ടുണ്ട്, വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്രീസിൻ്റെ സൈനായിട്ടുള്ള പ്ലസ് സൈൻ കൊടുക്കും. ദെൻ പിന്നെ നെക്സ്റ്റ് വാല്യൂ വന്നത് 13 ആയിരുന്നു അല്ലേ. അപ്പോൾ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25നേക്കാൾ വീണ്ടും ഇൻക്രീസ് ആയില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് കൊടുക്കും? പ്ലസ് സൈൻ കൊടുക്കും. ദെൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ വാല്യൂസ് 20, 25, 30, ദെൻ ഞാൻ പറയാണ് 15, അതായത് 15. ഓക്കെ, അപ്പോൾ 15 ആണെങ്കിൽ 13 വരെ നമ്മൾ എന്ത് കൊടുത്തു? പ്ലസ് സൈൻ കൊടുത്തു. പക്ഷേ 13 കഴിഞ്ഞ് വരുന്ന 15 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 13നേക്കാൾ ചെറിയ വാല്യൂ അല്ലേ. അപ്പോൾ നമ്മളവിടെ ഏത് സൈൻ കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും. കത്തുന്നില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. R is equal to plus or minus root of plus or minus 2c minus n divided by n അല്ലേ.
ഇവിടെ സി എന്ന് പറയുന്നത് നമ്മൾ ഡി എക്സും ഡി വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ സൈനാളാണ് ഡി എക്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ് കൂടുക കുറയുക ചെയ്യുന്നതിനനുസരിച്ച് നമ്മളവിടെ സൈൻ ഇങ്ങനെ ഇടും. എക്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ പ്ലസ് കൊടുക്കും, എക്സിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ മൈനസ് കൊടുക്കും. അതുപോലെ തന്നെ ഡി വൈയുടെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ കൊടുക്കും. ഇനി കുറയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈനും കൊടുക്കും. ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ചെയ്യാമെന്നറിയോ? സൈന് തമ്മിലാണ് നമ്മൾ ഇൻറ്റു ചെയ്യുക. അതായത് ആദ്യം നമുക്ക് പ്ലസ് ഇൻറ്റു പ്ലസ് എന്തായിരിക്കും? രണ്ട് പ്ലസ് സൈൻസ് വരുന്ന സമയത്ത് പ്ലസ് ആയിരിക്കും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസും പ്ലസ് ആയിരിക്കും. പക്ഷെ മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിലോ? മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും. ഇനി പ്ലസ് ഇൻറ്റു മൈനസ് ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സെയിം സൈനാണ് രണ്ടിടത്തും വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് പ്ലസ് ആയിരിക്കും. ഇനി ഡിഫറെൻറ്റ് സൈനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? അതായത് പ്ലസ് ഇൻറ്റു പ്ലസ് ആണെന്നുണ്ടെങ്കിലും പ്ലസ് ആയിരിക്കും, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പ്ലസ് ആയിരിക്കും. ഓക്കെ, സെയിം സൈനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലസ് ആയിരിക്കും. ഇനി ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ഇൻറ്റു പ്ലസ് ആണെങ്കിലും പ്ലസ് ഇൻറ്റു നെഗറ്റീവ് ആണെങ്കിലും അവിടെ വരുന്നത് എന്ത് സൈനായിരിക്കും? നെഗറ്റീവ് സൈനായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു കാര്യം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? പ്ലസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ പ്ലസ് ഒന്ന് കൊടുത്തു, പ്ലസ് ഇൻറ്റു മൈനസ് ആണെങ്കിൽ മൈനസ് ഒന്ന് കൊടുത്തു, മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ മൈനസ് ഒന്ന് കൊടുത്തു, പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് ആണെങ്കിൽ പ്ലസ് ഒന്ന് കൊടുത്തു. അല്ല, ഇങ്ങനെ നമ്മൾ ആ സൈനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ലാസ്റ്റ് ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് എത്രത്തോളം പ്ലസ് സൈന് കിട്ടിയോ ആ സൈനിനെയാണ് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എത്രത്തോളം സൈന് വന്നിട്ടുണ്ടോ ആ നമ്പർ ഓഫ് സൈനിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അതായത് പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്പർ ഓഫ് സൈൻ എന്ന് പറയുന്നത് എന്തായാലും ടോട്ടൽ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും നമ്പർ ഓഫ് സൈൻ എന്ന് പറയുക. കാരണം എന്താണ്? ഇവിടെ സൈന് വരുന്ന സമയത്ത് നമ്മൾ എക്സിൻ്റെ ആദ്യത്തെ വാല്യൂക്കും വൈയുടെ ആദ്യത്തെ വാല്യൂസിനും നമ്മളിവിടെ എന്തെങ്കിലും സൈന് കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? അല്ല, എൻ എത്രയാണോ അതേ -1 ആയിരിക്കും ഇവിടെ ആക്ച്വലി എൻ വരിക. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ നമുക്കറിയേണ്ടത് പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് ഈക്വൽ ടു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് ഈക്വൽ ടു മൈനസ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. ഓക്കെ, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡിലൊരു പ്രോബ്ലമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി ഈ മെത്തേഡിലുള്ള ഈ ഒരു പ്രോബ്ലത്തോടു കൂടി തന്നെ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് നമ്മുടെ കോറിലേഷനിൽ മറ്റ് രണ്ട് മെത്തേഡിനേക്കാൾ, അതായത് കാൾ പിയേഴ്സൺ മെത്തേഡും റാങ്ക് കോറിലേഷൻ മെത്തേഡും ഉണ്ട് അല്ലേ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു മെത്തേഡാണ് ആക്ച്വലി കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അഥവാ വന്നാൽ നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഫ്രം ദ ഫ്ലോയിങ് ഡാറ്റ. താഴെ നൽകിയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് മെത്തേഡാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതാണ്? കൺകറൻറ്റ് ഡിവിയേഷൻ അല്ലേ. ഇനി നമുക്ക് എക്സും വൈയും നൽകിയിട്ടുണ്ട്. എക്സിൽ വരുന്നത് 20, 25, 30, 15, 28, 32, 35, 17, 29. ദെൻ വൈയിൽ വന്നിട്ടുള്ളത് 13, 18, 25, 10, 13, 25, 15, 30, 27. ഇത്രയും വാല്യൂസാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡഡ് ബൈ n അല്ലേ? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് n എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? n എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വലി നമ്മൾ കഴിഞ്ഞ രണ്ട് മെത്തേഡിലും n എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് ഐറ്റംസ് ആയിരുന്നു, ഓർ നമ്പർ ഓഫ് പെയേഴ്സിനെയാണ് നമ്മളവിടെ n എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്നാൽ ഈ കേസിൽ നമ്മൾ പറഞ്ഞു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1. ടോട്ടൽ എത്ര ഐറ്റംസ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ ടോട്ടൽ നമുക്ക് 9 ഐറ്റംസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ n എത്രയാണ് വരിക? 9-1 അല്ലേ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? n-1 ആണ്. അതായത് അവിടെ -1 വരാൻ കാരണം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഫസ്റ്റ് വരുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂക്ക് നമുക്ക് അവിടെ മുകളിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റംസും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു സൈനും അസൈൻ ചെയ്യില്ല, അവിടെ നില്ലായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ടാവുക. സോ സൈനിൻ്റെ ടോട്ടൽ സൈനിൻ്റെ എണ്ണമാണ് ഇവിടെ n എന്ന് പറയുന്നത്. എത്രത്തോളം സൈൻ അവിടെ വന്നിട്ടുണ്ടോ അതിൻ്റെ എണ്ണത്തിനെയാണ് ആക്ച്വലി നമ്മൾ n എന്ന് പറയുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ n-1 എന്നുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾ
ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു ഇക്വേഷനൊന്നും എവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് എക്സും വൈയും താഴോട്ട് എടുത്ത് എഴുതാം അല്ലേ. ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്താ, എക്സും വൈയും താഴോട്ട് എടുത്ത് എഴുതണം അല്ലേ. എക്സും എഴുതണം വൈയും എഴുതണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് എടുത്ത് എഴുതാം കേട്ടോ. 20, 25, 30 അങ്ങനെ പോകില്ലേ. ഓക്കെ ഡിയേഴ്സ്, നമ്മളിവിടെ എക്സും വൈയും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു കൺകറൻറ്റ് ഡിവിയേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാല്യൂസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുക. പകരം നമ്മൾ അവിടെ എന്ത് മാത്രമാണ് കൺസിഡർ ചെയ്യുക, നമ്മളിവിടെ ഡിറക്ഷൻസ് മാത്രമാണ് അല്ലേ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് കോളം ഡി എക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡി എക്സിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വേരിയബിൾസിൻ്റെ അല്ലേ. അപ്പോൾ 20നെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ അവിടെ ഇല്ല, അപ്പോൾ അവിടെ നില്ലാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20യും 25ഉം നമ്മളവിടെ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 20യേക്കാൾ വലുതല്ലേ 25 എന്ന് പറയുന്നത്, അവിടെ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്. സോ നമ്മളവിടെ കൊടുക്കുന്ന സൈനാണ് പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പ്ലസ് സൈന് കൊടുക്കും. പിന്നെ 25ഉം 30 നമ്മൾ കമ്പയർ ചെയ്യുക. ഈ 25ഉം 30നും കമ്പയർ ചെയ്യുന്ന സമയത്ത് 25നേക്കാൾ വലിയ എമൗണ്ട് അല്ല 30, അപ്പോൾ വീണ്ടും നമ്മളവിടെ പ്ലസ് സൈന് കൊടുക്കും. ദെൻ 13നും 15നും കമ്പയർ ചെയ്യുക, അപ്പോൾ അവിടെ മൈനസ് അല്ലേ വരിക. ബിക്കോസ് എന്താ, 30നേക്കാൾ ചെറിയ എമൗണ്ടാണ് 50 അല്ലേ. അപ്പോൾ നമ്മളവിടെ കുറഞ്ഞക്കല്ലേ ചെയ്ത്, ഡിക്രീസ് ചെയ്താൽ നമ്മളവിടെ എന്ത് കൊടുക്കും, മൈനസ് സൈന് കൊടുക്കും. ഇൻക്രീസ് ചെയ്താൽ നമ്മളവിടെ എന്ത് കൊടുക്കും, പ്ലസ് സൈന് കൊടുക്കും. ദെൻ അഗെയിൻ നോക്കൂ 15 അല്ലേ. അപ്പോൾ 15ൻ്റെ സൈൻ എന്താ വരിക, 15നും 28ഉം നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ എന്താ വരിക, പ്ലസ് ആണ് അല്ലേ വരിക, പ്ലസ് അല്ലേ വരിക. ദെൻ 32 അഗെയിൻ പ്ലസ് വരും. ദെൻ 35 അഗെയിൻ പ്ലസ് വരും അല്ലേ, വീണ്ടും പ്ലസ് ആണ് അവിടെ വരിക. 17 35നേക്കാൾ ചെറിയ എമൗണ്ട് അല്ലേ, അപ്പോൾ അവിടെ എന്ത് വരും, മൈനസ് വരും. പിന്നെ 29 അവിടെ പ്ലസ് വരും അല്ലേ, 17നേക്കാൾ വലിയ എമൗണ്ടാണ്. ഇനി ഡി വൈ നിങ്ങൾ ഒറ്റക്കൊന്ന് പൗസ് ചെയ്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഡി വൈ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്യണേ. ഡി വൈയും ഫസ്റ്റ് വാല്യൂ നമുക്ക് അവിടെ ഒന്നും കമ്പയർ ചെയ്യാനില്ല, സോ നമ്മളവിടെ നില്ലെന്ന് കൊടുക്കണം. ദെൻ 13നും 18നും കമ്പയർ ചെയ്യുന്ന സമയത്ത് 30നേക്കാൾ ചെറിയ എമൗണ്ട് ആയതിനാൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. ദെൻ 25 അല്ലേ, 25 18നേക്കാൾ വലിയ എമൗണ്ട് ആയതിനാൽ നമ്മൾ പ്ലസ് സൈൻ ഇടും. ദെൻ 10 ആണ്, 25നേക്കാൾ ചെറിയ എമൗണ്ട് അല്ലേ 10, സോ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. ദെൻ 13 പ്ലസ് സൈൻ ഇടും അല്ലേ. ദെൻ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30നേക്കാൾ ചെറിയ എമൗണ്ട്, സോ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് സൈൻ ഇടും. ദെൻ 15 വീണ്ടും 25നേക്കാൾ ചെറിയ എമൗണ്ടാണ്, സോ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. ദെൻ 13 എന്ന് പറയുന്നത് 15നേക്കാൾ വലിയ എമൗണ്ട് ആയതിനാൽ നമ്മൾ എന്ത് സൈൻ ഇടണം, പ്ലസ് സൈൻ ഇടണം. ദെൻ 13നും 17നും കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ 13നേക്കാൾ ചെറിയ എമൗണ്ട് വന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് സൈൻ ഇടും. ബിക്കോസ് എന്താ, ഡിക്രീസ് ചെയ്തിട്ടാണ് അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഡി എക്സും ഡി വൈയും നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് അതിലെത്ര പ്ലസ് സൈൻ വരുന്നുണ്ട്, ആ പ്ലസ് സൈൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഇക്വേഷനിലെ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിലും ഫസ്റ്റ് കോളത്തിൽ എന്താ വരിക, നില്ലാണ് വരിക അല്ലേ. എവിടെയും നമുക്കൊന്നും അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി ഇവിടെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു മൈനസ്. ക്ലിയർ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഓർക്കുക. സെയിം സൈനാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് തന്നെയാണ് വരിക. ദെൻ ഡിഫറെൻറ്റ് സൈനാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഈ റൂള് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്, ഈ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്നുള്ള കോളത്തിലാണ്. അതായത് പ്ലസ് ഇൻറ്റു മൈനസ് അല്ലേ, ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് സൈനാണ്, ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈനാണ്. അപ്പോൾ എന്താ അവിടെ വരിക, മൈനസ് ആണ് അല്ലേ. ദെൻ പ്ലസ് ഇൻറ്റു പ്ലസ് ആണെങ്കിൽ അവിടെ എന്ത് വരും, പ്ലസ് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. വെരി ഗുഡ്. പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് വരും. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് ആണ്, അപ്പോൾ എന്ത് വരും, മൈനസ് വരും. പ്ലസ് ഇൻറ്റു മൈനസ് ആണ്, മൈനസ് വരും. എഗെയിൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, ആൻഡ് എഗെയിൻ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ. ഈ ഒരു സൈൻ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. ഡി എക്സ് ഇൻറ്റു ഡി വൈ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ വരെ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഡി എക്സും ഡി വൈയും ഇൻറ്റു ചെയ്തതാണ് ഇവിടെ ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത്. തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരിക്കലും നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നല്ലേ, പകരം സൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റൂൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു നോട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതാണ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷനിലുള്ള ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സി നോക്കാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി തരാം. നമ്പർ ഓഫ് പ്ലസ് സൈൻസ്. ഓക്കെ, പ്ലസ് സൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. ക്ലിയർ? നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പ്ലസ് സൈൻ ഉണ്ട്? ഡി എക്സ് ഇൻറ്റു ഡി വൈയിൽ എത്ര പ്ലസ് സൈൻ ഉണ്ട്? 3 പ്ലസ് സൈൻ അല്ലേ. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3 ആണ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ എത്ര സൈന് ടോട്ടൽ വന്നിട്ടുണ്ട്? അതിനെയാണ് എൻ എന്ന് പറയുക. എന്താണ്? ടോട്ടൽ സൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എൻ എന്ന് പറയുക. ടോട്ടൽ സൈനാണ് കേട്ടോ. നമ്പർ ഓഫ് ടോട്ടൽ സൈനാണ്. അതിവിടെ വന്നിട്ടുള്ളത് എത്രയാ? 8 അല്ലേ. കാരണം മുകളിൽ വന്നിട്ടില്ലല്ലോ. അത് നമുക്ക് n-1 എന്നുള്ള രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര സൈൻ വന്നു? 8 വന്നു. അത് നമുക്ക് എങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം? n-1 അഥവാ 9-1. 9 എങ്ങനെയാണ് കിട്ടിയത്? നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ ടോട്ടൽ എത്ര ഐറ്റംസ് ഉണ്ടോ അതാണ് 9 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷനിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇക്വേഷനിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താണ് ഇക്വേഷൻ? പ്ലസ് ഓർ മൈനസ് അല്ലേ. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് അഗെയിൻ പ്ലസ് ഓർ മൈനസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. പ്ലസ് സൈൻ ആവാം മൈനസ് സൈൻ ആവാം അല്ലേ. പ്ലസ് ഓർ മൈനസ് 2c. സി ഇവിടെ എത്ര നമുക്ക് കിട്ടിയത്? 3 അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? 2 ഇൻറ്റു 3 അല്ലേ. ഇവിടെ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ? 2 ഇൻറ്റു 3. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ 2 ഇൻറ്റു 3 എന്ന് പറയാം. -8 അല്ലേ. -8 കിട്ടിയല്ലോ. അതെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 -8 ഡിവൈഡഡ് ബൈ n ആണ്. n എത്രയാണ് വരിക? 8 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? എഴുതാം. അഗെയിൻ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 6 മൈനസ് 8 അല്ലേ. 6 മൈനസ് 8 ഡിവൈഡഡ് ബൈ അല്ലേ. എന്താ വരിക? 6 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിനി വീണ്ടും ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് അഗെയിൻ പ്ലസ് ഓർ മൈനസ് -2 അല്ലേ വരിക. -2 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും അല്ലേ. -2 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് -0.25. സോറി, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 0.25 അല്ലേ. പ്ലസ് ഓർ മൈനസ്, പ്ലസ് ആവാം മേ ബി മൈനസ് ആവാം. ഓക്കെ, ആൻസർ അങ്ങനെയാണ് വരിക. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഓർ മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്നെങ്കിൽ പ്ലസ് 0.5 ആവും ഓർ എന്താവാം? -0.5 ആവാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? -0.5. നമുക്ക് ഒന്നെങ്കിൽ ഇത് എന്ത് കിട്ടും? -0.5 കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഇതെന്താവും? +0.5 ആവാം. ഓക്കെ, ഒന്നെങ്കിൽ ഇതെന്താവും? -0.5 ആവും, അല്ലെങ്കിൽ ഇതെന്താവും? +0.5 ആവും അല്ലേ. ഇവിടെയും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0.25 അല്ലേ. അപ്പോൾ അത് +0.25 ആവാം ഓർ മേ ബി -0.25 ആവാം. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് വരിക? -0.5 ആവാം ഓർ +0.5 ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം കിടക്കുന്നത്. ഓക്കെ, ബൈ ബൈ.